ഹേ ഗായ്സ്, ഇത് നമ്മുടെ ഈവനിങ് വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ ദേ എൻ്റെ ആ മെൽറ്റായ ഐസ്ക്രീം ഞാൻ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോഴത്തേനും നേതു വീണ്ടും എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം ഞാൻ 2 ഗ്ലാസ് പാലെടുത്തിട്ട് അടുപ്പത്ത് വെച്ചു. അതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ മൈലോ ആണ് കേട്ടോ. എൻ്റെ ഇച്ചിരി ഫേവറേറ്റ് ആണ് ഈ മൈലോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചോക്ലേറ്റ്, നമ്മുടെ ബൂസ്റ്റൊക്കെ പോലത്തെ ഒരു സംഭവം. ഇത് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു പാക്കറ്റ് ഫുൾ ഇട്ടിട്ട് ഒരു ഗ്ലാസ് പാലിടാണ് ഈ ചെറിയൊരു ഹോട്ട് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ നൂഡിൽസ് മാഗി ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പാല് തിളച്ചപ്പോൾ ഇത് ഒരു പാക്കറ്റ് ഒരു സാഷ ഞാൻ പൊട്ടിച്ചിട്ട് ഉണ്ണോൾക്ക് 2 ആൾക്കും കൂടിയിട്ട് പാല് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് വെള്ളം തിളച്ചപ്പോൾ ഞാൻ നമ്മുടെ മാഗി ഇടാണ് കേട്ടോ. ഇത് വന്നിട്ട് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വേറെ ഒന്നും ആഡ് ചെയ്യാതെ. എപ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ശരിക്കുള്ള മാഗീനെ അങ്ങോട്ട് ഞാൻ കൊല്ലും, വേറെയുള്ള വെജീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കും അതായിരിക്കുമല്ലോ ഇഷ്ടം. ഇതങ്ങനെ എപ്പോഴും കൊടുക്കുന്ന സാധനമല്ല. അപ്പോൾ വേദ് വന്നിട്ട് പഴം ചോദിച്ചു, അപ്പോൾ അത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാനിത് സർപ്രൈസായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ വാങ്ങി അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കപ്പിച്ചേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും പറയല്ല, അടിപൊളിയാണ് ഗീസ്. അപ്പോൾ ഇത് വേഗം വേദുവിനെ എടുത്ത് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ, ചൂടൊന്നും മാറാൻ. വേദു കഴിച്ചു കേട്ടോ. വേദും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വേഗം പാലെടുത്ത് കുടിക്കുന്നുണ്ട്. അശാൻ ഒരു എക്സ്പ്രഷനും ഇല്ല, വേഗം പാലാണ് എടുത്ത് കുടിച്ചത്. എന്നിട്ട് ഗൈസ് എനിക്ക് അവൻ ഉമ്മ തന്നു. കാരണം മാഗി നൂഡിൽസ് ഇതൊന്നും അവിടെ അങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഇന്നത് കിട്ടിയത് കൊണ്ടായിരിക്കാം അവൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവനെടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ ഫോക്കിലിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവൻ കഴിക്കുകയാണ് കേട്ടോ. അവൻ നല്ല എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു. പാലും കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴിതേ താഴെ ഇങ്ങനെ ഒരാൾക്ക് ഞാൻ താഴെ ഇരുത്തിയാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് കഴിക്കാൻ പോലും കിട്ടണില്ല, പക്ഷെ സമ്മതിക്കൂല. എന്നിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കി കൊടുത്തു. അപ്പോഴാണ് അമ്മ വൈറ്റ് പീസ് വേവിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റേത് അപ്പോഴത്തേനും ചട്ടിയിലിരുന്ന് ചൂടാറി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ചൂടാക്കി ആ പീസൊക്കെ അതിലേക്ക് ഇട്ടു. അപ്പോൾ ഉണ്ണിയോൾക്ക് ഞാൻ കുറച്ച് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നേതു വന്നിട്ട് അത് പറക്കി കഴിച്ചു. വേദ് കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാനും അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ഊതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവനിവിടെ മെസ്സിയാക്കി തുടങ്ങി കേട്ടോ നേതു വന്നിട്ട്. അപ്പോൾ ഞാൻ വേദുവിനോട് വർത്താനം പറഞ്ഞു. ഞാൻ ഉണ്ണിയോട് മാത്രമേ ഉള്ളൂ അന്ന് വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈവനിങ്ങിലെ ഒരു സ്നാക്ക് ടൈം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം.